നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി 6 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് 20 വർഷം കഠിന തടവും വിവിധ കേസുകളിലായി 3 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചു. കേസിലെ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെല്ലാം ഒന്നാം പ്രതിക്ക് നൽകിയിരിക്കുന്ന 20 കൊല്ലം കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. വിവിധ കുറ്റങ്ങളിലായി പ്രതികൾക്ക് കോടതി വിധിച്ചിരിക്കുന്ന പിഴയിൽ നിന്ന് 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ തിരക്കിട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. വികസനം വോട്ടായി മാറും എന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. അതേസമയം UDFനും BJPക്കും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. ഡിസംബർ 9-നും 11-നും 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി നാളെ പുറത്തുവരുന്നത്. രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. SIR പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ന് ചേരാനിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം 15ലേക്ക് മാറ്റിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം തന്നെ യോഗം ചേരാനുള്ള തീരുമാനം തിരുത്തണമെന്നാവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു. പെണ്ണിന്റെ മാനത്തിന് ലക്ഷങ്ങൾ കൊണ്ട് വിലയിടാനാവില്ലെന്നും നടിയെ ആക്രമിച്ച കേസിലെ വിധി നിരാശാജനകമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതിജീവിതയുടെ പോരാട്ടത്തെ അഭിമാനപൂർവ്വം കാണുന്നു. സ്ത്രീത്വത്തിന്റെ മഹത്വം ഉയർത്തുന്ന വിധിയല്ല. വിധി വന്നതിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. കോടതിയിൽ നിന്നും ഇനിയും ഉത്തരങ്ങൾ ലഭിക്കാനുണ്ട്. കുറ്റക്കാരെ തുണച്ചത് ആരാണെന്ന് കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡിഗോ പ്രതിസന്ധി. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസിലെ 4 ഉന്നത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. ഇൻഡിഗോയുടെ ചുമതലയുണ്ടായിരുന്ന 4 ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർമാരെയാണ് DGCA പുറത്താക്കിയത്. ഡെപ്യൂട്ടി ചീഫ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ ഋഷിരാജ് ചാറ്റർജി, സീനിയർ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ സീമ ജംനാനി, ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടറായ അനിൽ കുമാർ പൊക്രിയാൽ, പ്രിയം കൗശിക് എന്നിവരെയാണ് പുറത്താക്കിയത്. മുനമ്പം വഖഫ് ഭൂമിയിലെന്ന ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. കേരള വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച പ്രത്യേകാനുമതി ഹർജിയിൽ നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ജനുവരി 27 വരെ ഭൂമിയുടെ തൽസ്ഥിതി തുടരാൻ കോടതി ഉത്തരവിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ A. പത്മകുമാറിന് ജാമ്യമില്ല. കൊല്ലം പ്രത്യേക വിജിലൻസ് കോടതിയാണ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ പത്മകുമാറിന് സ്വർണ്ണക്കൊള്ളയിൽ നിർണായക പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിളിച്ച കോൺഗ്രസ് MPമാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ശശി തരൂർ. സഭയിലെ പ്രവർത്തനം, പ്രതിപക്ഷം എടുക്കേണ്ട നിലപാടുകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് MPമാരുടെ യോഗം വിളിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ കഴിഞ്ഞത് 8 ഇടങ്ങളിലെന്ന് വിവരം. ഈ സ്ഥലങ്ങൾ പോലീസ് തിരിച്ചറിഞ്ഞു. കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മംഗളൂർ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഹോസൂർ, കോറമംഗല, കെമ്പഗൌഡ, മുത്തുഗണ്ടഹള്ളി, ബൊമ്മസാന്ദ്ര എന്നിവിടങ്ങളിലും രാഹുൽ ഒളിവിൽ കഴിഞ്ഞു. രാഹുലിന് പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതൃത്വം സഹായിച്ചതായും വിവരം. പാകിസ്ഥാൻ $68.6 കോടി വാഗ്ദാനം ചെയ്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. F-16 യുദ്ധവിമാനങ്ങൾ നവീകരിക്കാനും പരിപാലിക്കാനുമുള്ള ഉപയോഗത്തിനാണ് ഈ പണം. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും മറ്റ് പദ്ധതികളിലും US-മായി സഹകരിക്കാൻ പാകിസ്ഥാന് ഈ കരാർ ഉപയോഗപ്രദമാവുമെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസി പറഞ്ഞു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ എന്നിവ സന്ദർശിക്കുക.